എബി, ഈ ഒരു തെരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കുന്ന സാഹചര്യത്തിൽ പ്രത്യേകിച്ച് നരേന്ദ്രമോദിയുടെ റോഡ് ഷോ കാണുമ്പോൾ തെരഞ്ഞെടുപ്പിലേക്കുള്ള ദൂരം എത്രമാത്രമുണ്ട്, അത് എത്രമാത്രം കുറഞ്ഞിരിക്കുന്നു എന്നാണ് തോന്നിപ്പിക്കുന്നത്? റോഡ് ഷോ 7:45 ആരംഭിച്ചിരിക്കുന്നു. വലിയ ജനസഞ്ചയം ബി.ജെ.പി അതേ രൂപത്തിൽ അല്ലെങ്കിൽ ബി.ജെ.പി സംസ്ഥാന നേതൃത്വം പ്രതീക്ഷിച്ച അതേ രൂപത്തിലുള്ള ജനസഞ്ചയമാണ് റോഡിന് ഇരുവശത്തുമായി പ്രധാനമന്ത്രിയെ കാണാൻ, അദ്ദേഹത്തിന് അഭിവാദ്യങ്ങൾ അർപ്പിക്കാനായി എത്തിയിരിക്കുന്നത്. വലിയ ജനക്കൂട്ടം. നമുക്കറിയാം, 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് കാഹളം മുഴങ്ങാൻ ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ള, അല്ലെങ്കിൽ 1-2 മാസമാണ് ബാക്കിയുള്ളത്. ഈ പരമാവധി അവസരം മുതലെടുത്ത് ദക്ഷിണേന്ത്യയിൽ, നേരത്തെ എബി സൂചിപ്പിച്ചതുപോലെ തന്നെ ദക്ഷിണേന്ത്യയിൽ താമര വിരിയിക്കുക. ദക്ഷിണേന്ത്യ എന്ന് പറയുന്ന ഈ സംസ്ഥാനങ്ങൾ, കർണാടക ഒഴിച്ച് ബാക്കി സംസ്ഥാനങ്ങളെല്ലാം തന്നെ ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം ബാലികേറ മലയാണ്. ഈ സംസ്ഥാനങ്ങൾക്കകത്ത് വലിയ വിജയം നേടാൻ, അല്ലെങ്കിൽ ദക്ഷിണേന്ത്യയിൽ കൃത്യമായ സ്വാധീനം ഉറപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഇപ്പോൾ ബി.ജെ.പി പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഞാൻ നേരത്തെ എല്ലാം തന്നെ സൂചിപ്പിച്ചതുപോലെ തന്നെ ബി.ജെ.പി ദേശീയ നേതൃത്വം കൃത്യമായ ഇടപെടലുകൾ നടത്തി. കേരളം, തമിഴ്നാട്, തെലങ്കാന, ആന്ധ്ര തുടങ്ങിയ സംസ്ഥാനങ്ങൾ, പ്രത്യേകിച്ച് ബി.ജെ.പിക്ക് വലിയ ശക്തി ഇല്ലാത്ത ഈ സംസ്ഥാനങ്ങൾക്കകത്ത് ഒരു വലിയ മുന്നേറ്റം സൃഷ്ടിക്കുക, നരേന്ദ്രമോദിയെ നേരിട്ട് രംഗത്തിറക്കി ബി.ജെ.പി ദേശീയ നേതാക്കന്മാർ നേരിട്ട് ഈ സംസ്ഥാനങ്ങളിൽ രംഗത്തിറങ്ങി ബി.ജെ.പിക്ക് പരമാവധി സീറ്റുകൾ നേടിക്കൊടുക്കുക. ഇപ്പോൾ നിലവിൽ പ്രതിപക്ഷത്തുള്ള കോൺഗ്രസിന്റെ സീറ്റുകൾ പരമാവധി കുറയ്ക്കുക, ഇടതുമുന്നണിയുടെ സീറ്റുകൾ പരമാവധി കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി, അല്ലെങ്കിൽ നിലവിലെ പ്രതിപക്ഷ കക്ഷികളുടെ സീറ്റുകൾ പരമാവധി കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ബി.ജെ.പി അവരുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ പ്രതിഫലനം തന്നെയാണ് ജനുവരി മാസത്തിൽ തന്നെ നരേന്ദ്രമോദി 2 തവണ ഇപ്പോൾ കേരളം സന്ദർശിച്ചിരിക്കുന്നു. ഇത്തരത്തിൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ പ്രധാനമന്ത്രിയുടെ പര്യടനമുണ്ട്. ഇതിലൂടെ, പ്രധാനമന്ത്രിയെ രംഗത്തിറക്കുന്നതിലൂടെ കേരളത്തിൽ ബി.ജെ.പിക്ക് ഈ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൃത്യമായി ഒരു 1-2 സീറ്റുകൾ നേടാൻ കഴിയും എന്നൊരു പ്രതീക്ഷയാണ് ബി.ജെ.പി നേതൃത്വത്തിലുള്ള. പ്രത്യേകിച്ച് തൃശൂരിനെ സംബന്ധിച്ചിടത്തോളം സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തി, അല്ലെങ്കിൽ ബി.ജെ.പിയുടെ മുൻ രാജ്യസഭാ എം.പി തൃശൂരിൽ സ്ഥാനാർത്ഥിയാകുമെന്ന് ഏതാണ്ട് ഉറപ്പാണ്. സുരേഷ് ഗോപിയുടെ താര സാന്നിധ്യവും അതോടൊപ്പം തന്നെ ബി.ജെ.പിയുടെ സംഘടനാ മിഷനറിയും കൃത്യമായി ചലിക്കുകയാണെങ്കിൽ തൃശൂർ മണ്ഡലത്തിൽ വിജയിച്ചു കയറാം എന്നാണ് ബി.ജെ.പി നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ. അതുകൊണ്ട് തന്നെയാണ് ഈ തൃശൂരും എറണാകുളവും അടക്കമുള്ള ജില്ലകൾ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങൾ ബി.ജെ.പി നേരത്തെ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗം കൂടിയാണ് നേരത്തെ ജനുവരി 4-ാം തീയതി നരേന്ദ്രമോദി തൃശൂരിൽ വലിയ മഹിളാ മോർച്ചയുടെ വലിയ സ്ത്രീ സമ്മേളനത്തിൽ പങ്കെടുത്ത് സംസാരിച്ചിരുന്നു. തൊട്ട് പിന്നാലെ ഇപ്പോൾ എറണാകുളത്ത് റോഡ് ഷോയുമായി നരേന്ദ്രമോദി എത്തിയിരിക്കുന്നു. പരമാവധി പ്രവർത്തകന്മാരെ എത്തിക്കാനുള്ള ശ്രമങ്ങളെല്ലാം തന്നെ ബി.ജെ.പി നേതൃത്വം നേരത്തെ തന്നെ നടപ്പാക്കിയിരുന്നു. ആ ശ്രമങ്ങൾ വിജയിച്ചു എന്ന് തന്നെ നമുക്ക് ഇപ്പോൾ ദൃശ്യങ്ങളിലൂടെ വ്യക്തമാവുന്നുണ്ട്. വലിയ ജനസഞ്ചയം, സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള വലിയ ജനസഞ്ചയമാണ് പ്രധാനമന്ത്രിയെ കാണാൻ, അദ്ദേഹത്തിന് അഭിവാദ്യങ്ങൾ അർപ്പിക്കാനായി റോഡിന് ഇരുവശത്തുമായി തടിച്ചുകൂടിയിരിക്കുന്നത്. പുഷ്പവൃഷ്ടി നടത്തിക്കൊണ്ടാണ് ബി.ജെ.പി പ്രവർത്തകർ അദ്ദേഹത്തെ സ്വീകരിക്കുന്നത്. പ്രത്യേകം അലങ്കരിച്ച വാഹനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, സംസ്ഥാന ബി.ജെ.പി അധ്യക്ഷൻ കെ സുരേന്ദ്രൻ മാത്രമാണ് പ്രധാനമന്ത്രിയോടൊപ്പം ഉള്ളത്. ഇത്തരത്തിൽ വലിയ തരത്തിൽ ബി.ജെ.പി ഒരു നരേന്ദ്രമോദിയെ രംഗത്തിറക്കി. ലോക്സഭാ തിരഞ്ഞെടുപ്പിനകത്ത്, അല്ലെങ്കിൽ കേരളത്തിലും മറ്റ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലും നരേന്ദ്രമോദിയുടെ താര സാന്നിധ്യത്തിലൂടെ പരമാവധി സീറ്റുകൾ വിജയിപ്പിക്കാം, അല്ലെങ്കിൽ പരമാവധി സീറ്റുകളിൽ ജയിച്ചു കയറാം എന്നൊരു പ്രതീക്ഷ തന്നെയാണ് ബി.ജെ.പി ക്യാമ്പ് പങ്കുവെക്കുന്നത്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇത്തരത്തിൽ വലിയ പരിപാടികളുമായി പ്രധാനമന്ത്രിയെ ഇവിടേക്ക്, ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഫിജി.